സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീതിമാൻ്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. ഇവരുടെ ഓർമ്മ നാം ആചരിക്കുന്നത് ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടന്മാരായവരെ, സ്നേഹിതരായവരെ നാം പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്കുള്ള അതേ പ്രതിഫലം തന്നെയാണ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്, കർത്താവേ, നിൻ്റെ മാതാവിൻ്റെ വിശുദ്ധന്മാരുടെയും ഓർമ്മയെ അനുഷ്ഠിക്കുന്നതായ സമയത്ത് അവർ പുണ്യജീവിതത്തെ അനുകരിപ്പാനും അവരെ പോലെ നിനക്ക് ഇഷ്ടന്മാരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ദൈവത്തിന് ഇഷ്ടന്മാരായി തീർന്നതായ സഹോദരന്മാരെയും വിശുദ്ധന്മാരെയും ഓർമ്മ നാം ആചരിക്കുമ്പോൾ അവരെ പോലെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധി സമർപ്പിക്കുവാനും അവരായിരുന്ന അനുഭവത്തിൽ അവരുടെ ജീവിതത്തിലെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. 25-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. അതിൻ്റെ 15-16 വാക്യം, ഞാനിനി നിങ്ങളെ ദാസന്മാരെന്ന് പറയുകയില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണ് വിശുദ്ധന്മാരും സഹോദരന്മാരും. ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുമ്പോൾ ദൈവസന്നിധിയിൽ അവർക്കുള്ളതായ സ്ഥാനം വളരെ വലുതാണ്. ആ ഒരു വളർച്ചയാണ് സ്നേഹിതനായി തീരുക എന്നുള്ളതായ ഒരു വളർച്ചയിലേക്കുള്ള ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയമായ ജീവിതം. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കുമെന്ന്. അത്രമാത്രം ഉന്നതമായ സ്ഥാനമാണ് ദൈവസന്നിധിയിൽ പരിശുദ്ധന്മാർക്കുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹിതരായി തീരുവാൻ തക്കവണ്ണം ഈ ലോക ജീവിതത്തിൽ അവരനുഭവിച്ചതായ കഷ്ടതകളും യാതനകളും അവർ നമ്മുടെ മുമ്പാകെ കാണിച്ചു തന്നിട്ടുള്ളതായ മാതൃകകളുമൊക്കെ പിന്തുടരുവാനായിട്ട് ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ഗീവറിസഹതായും വിശുദ്ധന്മാരുമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീർന്നത്? നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ 2 വിധത്തിലുള്ളതായ ആത്മീയത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് പുരുഷാരത്തിൻ്റെ ആത്മീയതയാണ്. പലപ്പോഴും പുരുഷാരത്തിൻ്റെ ആത്മീയതയെ പിന്തുടർന്നുള്ളതായ ഒരു വിശ്വാസ ജീവിതമാണ് നാം എല്ലാവരും നയിക്കുന്നത്. പുരുഷാരത്തിൻ്റെ ആത്മീയത എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ദൈവത്തിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയാണ് പലപ്പോഴും ദൈവത്തെ അവരന്വേഷിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതായ അത്ഭുതത്തിന് ശേഷം കർത്താവ് വേറിട്ടൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. ഉടനെ പുരുഷാരം യേശു തമ്പുരാനെ അന്വേഷിച്ച് അവിടെ ചെല്ലുന്നു. കർത്താവ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. അവസാനം ഈ പുരുഷാരം പല വഴിയിൽ കൂടി ചെന്ന് കർത്താവിനെ കണ്ടുപിടിച്ചിട്ട് ചോദിക്കുന്നു, ഗുരു, നീ എവിടെയായിരുന്നു? ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മറുപടി, നിങ്ങളെന്നെ അനുഗമിക്കുന്നത് അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. അപ്പത്തിന് വേണ്ടിയാണ് പുരുഷാരം യേശു തമ്പുരാന് പിന്നാലെ കൂടിയത്. കർത്താവിന് പിന്നാലെ കൂടുമ്പോൾ രോഗം വന്നാൽ അവൻ സൗഖ്യം നൽകും, വിശന്ന സമയത്ത് അവൻ ഭക്ഷണം നൽകും. ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പുരുഷാരം യേശു തമ്പുരാൻ്റെ പിന്നാലെ കൂടിയത്. പക്ഷെ അത് കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ പുരുഷാരം അവനെ ഉപേക്ഷിച്ചു പോയി. അവനെ കുരിശിക്കുക എന്ന ആർത്തട്ടഹസിക്കുന്നതായ സാഹചര്യമുണ്ടായി. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു. ഈ പുരുഷാരം എപ്പോഴും ലോകത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ ലോകത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ഭൗതികമായ നേട്ടങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് പുരുഷാരം എപ്പോഴും ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത്. ഇന്നത്തെ പലപ്പോഴും നമ്മുടെ ചിന്താഗതിയും ഒരാളെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ഈ ഭൗതികമായ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ നേട്ടവും ജോലിയും സമ്പാദ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ നമ്മൾ പറയും ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന്. വാസ്തവത്തിൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് അതാണോ? വേദപുസ്തകത്തിൽ ഏറ്റവും അധികം അനുഗ്രഹം കിട്ടിയതായ ഒരു മനുഷ്യനാണ് യാക്കോബ്. അപ്പനിൽ നിന്ന് പിടിച്ചു വാങ്ങിയ അനുഗ്രഹം യാക്കോബിനുണ്ട്, ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിയ അനുഗ്രഹവും യാക്കോബിനുണ്ട്.
ശരിക്കും അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് യാക്കോബ്. പക്ഷേ യാക്കോബിന്റെ ഭൗതിക ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈ അനുഗ്രഹം കിട്ടിയ അന്ന് മുതൽ കഷ്ടതകളിൽ കൂടെ നീച്ചുകളിൽ കൂടിയാണ് യാക്കോബ് യാത്ര ചെയ്തത്. അപ്പൽ നിന്ന് അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് യാക്കോബ് പുറപ്പെട്ട് സ്വന്തം ഭവനത്തിൽ നിന്ന് മാറി അമ്മാവന്റെ ഭവനത്തിൽ പോയി 20 വർഷം അടിമപ്പണി ചെയ്ത് ജീവിക്കേണ്ട ഗതികേടാണ് യാക്കോബിനുണ്ടായത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങിയതായ യാക്കോബ് തിരിച്ചു വരുന്നതായ വഴിയിൽ പുത്രദുഃഖം പേറിയാണ് ഒരായുസ് മുഴുവൻ യാക്കോബ് ജീവിച്ചത്. ഏറെ സ്നേഹിച്ചതായ ഭാര്യ ഇളയ മകനെ പ്രസവിച്ച ആ സമയത്ത് തന്നെ മരണപ്പെടുന്നു. ആ ചോരക്കുഞ്ഞുമായുള്ള യാക്കോബിന്റെ ജീവിതം. പിന്നീട് ഏറെ സ്നേഹിച്ചതായ യൗസേപ്പ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു മക്കൾ യാക്കോബിനെ പറ്റിക്കുന്നു. അവന്റെ വസ്ത്രത്തിൽ മുങ്ങിയതായ രക്തത്തിൽ മുങ്ങിയതായ അങ്കി മാറോട് ചേർത്ത് ഒരായുഷ്കാലം മുഴുവൻ ജീവിച്ചതായ ഒരു പിതാവാണ് യാക്കോബ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ സാധിക്കാതെ, ഒന്ന് ചിരിക്കാൻ സാധിക്കാതെ ഒരായുസ് മുഴുവൻ പുത്രദുഃഖം പേറി രക്തത്തിൽ മുങ്ങിയതായ അങ്കി മാറോട് ചേർത്ത് വളരെ വിലാപത്തോടുകൂടി കഴിയുന്നതായ ഒരു മനുഷ്യൻ. അവസാനം ഇസ്രായേലിൽ ധാന്യം കൊള്ളുവാനായി പോയ സമയത്ത് യൗസേപ്പും യാക്കോബിനെ പറ്റിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റുകാരാണെന്ന് പറഞ്ഞു ബെന്യാമീനെ കൊണ്ടുവരുന്നവരെയും ശിമെയോനെ അവിടെ പിടിച്ചു നിർത്തണവാനായിട്ട് യൗസേപ്പ് കൽപ്പന പുറപ്പെടുവിച്ചു. യാക്കോബ് കരഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യൗസേപ്പില്ല, ശിമെയോനില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും. ഒരേ സമയം 3 മക്കൾ നഷ്ടപ്പെടുന്നതായ ഒരു പിതാവിന്റെ വേദന. ഇങ്ങനെ ഭൗതികമായ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഏറെ കഷ്ടതകളിൽ കൂടിയാണ് യാക്കോബ് കടന്നുപോയത്. പക്ഷേ നാം നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടിയതായ അനുഗ്രഹവും അപ്പൽ നിന്ന് കിട്ടിയതായ അനുഗ്രഹവും നിറഞ്ഞിരിക്കുന്നതായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുരുഷാരത്തിന്റെ ആത്മീയത എപ്പോഴും ഈ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നു, അതാണ് ദൈവാനുഗ്രഹം. അതിനുവേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നതായ ഒരു ആത്മീയ ജീവിത ശൈലിയാണ് പുരുഷാരത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് ശിഷ്യത്വത്തിന്റെ ആത്മീയത. അവർ ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നല്ല, ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതാണ്, നഷ്ടപ്പെടുത്തുന്നതാണ് ശിഷ്യത്വം. കർത്താവ് പറയുന്ന, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ബുദ്ധിയും കഴിവും ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് വിശുദ്ധന്മാരും സഹദേന്മാരും. ലോകം, താത, സഹോദര, ജാതിയതും തറവാടും എല്ലാം നഷ്ടപ്പെടുത്തിയവരാണ്. ഓരോ വിശുദ്ധന്റെയും ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവർക്കെല്ലാം നഷ്ടങ്ങൾ മാത്രമാണ് ഭൗതിക ജീവിതത്തിൽ ഉണ്ടായത്. കന്യകമറിയാമിന്റെ പ്രാണനിൽ വാളാണ് ഇരുന്നത്. പൗലോസ്ലീഹായുടെ ജഡത്തിൽ ശൂലമാണ് ഇരുന്നത്. ഓരോ വിശുദ്ധന്മാരെയും നാം എടുക്കുമ്പോൾ അവരെല്ലാം ഈ ഭൗതിക ജീവിതത്തിൽ നഷ്ടങ്ങൾ സഹിച്ചവരാണ്. അങ്ങനെ നഷ്ടങ്ങൾ സഹിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ സ്നേഹിതനാകുവാനായിട്ട് സാധിക്കുന്നത്. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ദൈവത്തിന്റെ സ്നേഹിതനായി തീരണമെങ്കിൽ ഈ ലോകത്തിൽ പല നഷ്ടങ്ങളും സഹിക്കുവാനായിട്ട് നാം തയ്യാറാകണം. ദൈവത്തിന്റെ സ്നേഹിതന്മാരായി തീരുമ്പോൾ ദൈവസന്നിധിയിൽ അവർക്ക് വലിയ സ്ഥാനമാണുള്ളത്. ദൈവം എപ്പോഴും തന്റെ ആലോചന തന്റെ സ്നേഹിതന്മാരോട്, ഭക്തന്മാരോട് പറയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ കൽപ്പന വാങ്ങുവാനായി സീനായി മലയിലേക്ക് കയറിപ്പോയ സമയത്ത് താഴെ ജനക്കൂട്ടം കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നു. ആ സമയത്ത് ദൈവം മോശയോട് പറയുന്നു, താഴെ ജനക്കൂട്ടം കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നു, ഞാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിക്കുവാനായിട്ട് പോകുന്നു, നീ എന്നെ തടയരുത്. 2 കാര്യങ്ങൾ അവിടെ വ്യക്തമാണ്. ഒന്ന്, ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് തന്റെ സ്നേഹിതനായ മോശയോട് ദൈവം ആലോചന പറയുന്നു. ദൈവത്തിന് നേരെ താഴെ ഇറങ്ങി ചെന്ന ജനത്താൽ നശിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ദൈവം തന്റെ സ്നേഹിതന്മാരോട് ആലോചന ചോദിക്കും. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ അവരെ നശിപ്പിക്കാനായിട്ട് പോകുന്നു, നീ എന്നെ തടയരുത്. മോശ തടഞ്ഞാൽ ദൈവത്തിനെ ശിക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത്രമാത്രം മോശയുടെ മുഖത്തെ ദൈവം ആദരിക്കുന്നു. ഉടനെ മോശ തടഞ്ഞു. മോശ ദൈവത്തോട് ചോദിച്ചു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നയിക്കാമെന്ന് പറഞ്ഞ് ഈ ജനക്കൂട്ടത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ മരുഭൂമിയിൽ വരെ കൊന്നുകളഞ്ഞാൽ നാളെ മിസ്രൈമിനും മറ്റു ജാതിക്കാരും പറയും, കഴിവില്ലാത്തവനായ ദൈവം, പ്രാപ്തിയില്ലാത്ത ദൈവം അവർ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് മോശ പറഞ്ഞു. മോശയുടെ ഒറ്റ വാക്കിന്റെ പ്രകാരം ദൈവം ആ ശിക്ഷയിൽ നിന്ന് പിന്മാറി. എന്തിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പലരും ചോദിക്കും.
ഈ ജനം ആവശ്യപ്പെട്ടിട്ടല്ല മോശ പ്രാർത്ഥിച്ചത്. അവരറിയാതെ അവർക്ക് വേണ്ടി മോശ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് ആ ജനം ജീവനോടെ ഇരിക്കുന്നത്. ദൈവം അവരെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് പ്ലാൻ ചെയ്ത് മോശയോട് പറയുകയാണ്, ഞാൻ അവരെ നശിപ്പിക്കാനായിട്ട് പോകുന്നു, നീ എന്നെ തടയരുത്. പക്ഷെ മോശ തടഞ്ഞു. ദൈവം മോശയുടെ മുഖത്തെ ആദരിച്ച് ആ ശിക്ഷ അവർക്ക് വരുത്തിയില്ല. ഇതാണ് ദൈവസന്നിധിയിൽ വിശുദ്ധന്മാർക്കുള്ളതായ സ്ഥാനം. ഒരു ഇടവകയുടെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ ആ ഇടവകയ്ക്ക് മുഴുവനുമായി നിരന്തരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ പിതാവാണ്. നമ്മുടെ കാവൽ പിതാവാണ് മാർ ഗീവർഗീസ് സഹദ. ആ ജനക്കൂട്ടത്തെക്കാൾ വിശുദ്ധരൊന്നുമല്ല നമ്മൾ. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ നശിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ, പല സന്ദർഭങ്ങളിലും ദൈവം നശിപ്പിക്കുവാനായിട്ട് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ ഗീവർഗീസ് സഹദായും വിശുദ്ധന്മാരും ഇടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ശിക്ഷയിൽ നിന്ന് ദൈവം പിന്മാറുന്നത്. അത്രമാത്രം സ്ഥാനമാണ് വിശുദ്ധന്മാർക്ക് ദൈവസന്നിധിയിലുള്ളത്. സോദോം ഗോമോറ പട്ടണത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് പോകുന്നു. അത് പതറിഞ്ഞതിന്റെ പേരിലാണ് അബ്രഹാം ദൈവത്തോട് വില പേശിയത്. 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നു, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല. അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ മുഖത്തെ ദൈവം ആദരിച്ചു. ദൈവം അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. കൊണ്ട് കർത്താവ് തന്നെ പറയുന്നു, ഒരു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ഒരു നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ദൈവത്തിന്റെ സ്നേഹിതന്മാരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവർക്കുള്ള അതേ പ്രതിഫലം തന്നെയാണ് നമുക്കും ലഭിക്കുന്നത്. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ സഹോദരിയായ മിരിയാം മോശയ്ക്കെതിരെ പിറുവിറുക്കുന്നുണ്ട്. ഉടനെ തന്നെ അവൾ ഒരു കുഷ്ഠരോഗിണിയായിട്ട് മാറി. വാസ്തവത്തിൽ ഈ മോശ ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം ഈ മിരിയാമാണ്. മോശയെ ഒരു പെട്ടകത്തിൽ ഞാങ്ങണയിൽ കെട്ടി തോട്ടിൽ ഒഴുക്കി വിട്ടപ്പോൾ അവൾ അവസരോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് മോശ ഇന്ന് മഹാനായിട്ട് നിൽക്കുന്നത്. ആ മോശ ഒരു കൂശ്യ സ്ത്രീ വിവാഹം ചെയ്തതിനെ സഹോദരിയായ മിരിയാം അവൾ വിമർശിച്ചു. അതിന്റെ പേരിൽ അവൾ കുഷ്ഠരോഗിണിയായിട്ട് മാറി. ദൈവത്തിന്റെ സ്നേഹിതനെതിരെ സ്വന്തം സഹോദരി പോലും നിൽക്കുമ്പോൾ അവൾ കുഷ്ഠരോഗിണിയായിട്ട് മാറി. ഉടനെ അഹരോൻ മോശയോട് പറയുന്നു, നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗർഭമലസിയ ചാപിള്ള പോലെ അവൾ ആയിത്തീർന്നിരിക്കുന്നു. മോശ ഒരു പരാതിയും പരിഭവം ഒന്നും പറഞ്ഞില്ല. സഹോദരി വിമർശിച്ചപ്പോൾ മോശ ദേഷ്യപ്പെടുകയോ അവൾക്കെതിരായിട്ട് ഒരു വാക്കുപോലും മോശ പറഞ്ഞില്ല. പക്ഷേ ദൈവം കോപിച്ചു. അവൾ കുഷ്ഠരോഗിണിയായിട്ട് മാറി. അഹ്റോൻ പറഞ്ഞു മോശയോട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശ ഒരു മടിയും കൂടാതെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറയുന്ന മറുപടി, ഒരു 10 ദിവസം അവൾ കുഷ്ഠരോഗിണിയായിട്ട് ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ സൗഖ്യമാക്കാമെന്ന്. അങ്ങനെ 10 ദിവസം മിരിയാം കുഷ്ഠരോഗിണിയായിട്ട് പാളയത്തിന് പുറത്ത് താമസിക്കേണ്ടതായിട്ട് വന്നു. അത്രമാത്രം വിശുദ്ധന്മാരെ, സ്നേഹിതന്മാരുടെ മുഖത്തെ ദൈവം ആദരിക്കുന്നു. നമുക്കറിയാം, മോശയ്ക്കും അഹ്റോനും വിരോധമായിട്ട് കോരഹപുത്രന്മാർ കൂട്ടം കൂടുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും പുരോഹിതന്മാരാണ്. ലേവ്യ ഗോത്രം മുഴുവനും പൗരോഹിത്യമുള്ളവരാണ്. പിന്നെ മോശയും അഹ്റോനും മാത്രം പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്താണ് ദൗത്യമുള്ളത് എന്ന് പറഞ്ഞ് കോരഹപുത്രന്മാര് മോശയ്ക്കെതിരായിട്ട് പിറുവിറുക്കുന്നതായ സമയത്ത് ദൈവം അവിടെ ശിക്ഷിക്കുന്നുണ്ട്. ഒരു ഭൂമി പിളർന്ന് ഈ കോരഹപുത്രന്മാരെ അതിനുള്ളിൽ ആവുകയും അങ്ങനെ അവരെല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്നതായ സംഭവം സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഏലീശാ പ്രവാചകനെ കളിയാക്കിയതായ ബാലന്മാര്, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ മൊട്ടത്തലയാ കയറിവ എന്ന് പറഞ്ഞുകൊണ്ട് ഏലീശാ പ്രവാചകനെ പരിഹസിച്ചതായ ബാലന്മാരെ കാട്ടിൽ നിന്ന് വന്ന് പെൺകരടി വന്ന് 42 പൈതങ്ങളെ ആ കളിയാക്കിയവരെ ചീന്തിക്കളഞ്ഞതായിട്ട് നാം അവിടെ വായിക്കുന്നു. അത്രമാത്രം ദൈവം തന്റെ സ്നേഹിതന്മാരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അവരും ദൈവവുമായുള്ള ബന്ധം വളരെ ആഴമായൊരു ബന്ധമാണ്. ഒരു സ്നേഹിതനെ പോലെയുള്ളതായ ബന്ധമാണ്. ചില സമയത്ത് ദൈവത്തിന് ദേഷ്യം വരും. ആ സമയത്ത് സ്നേഹിതനായ മോശ ദൈവത്തെ ശാന്തനാക്കുന്നു. ചില സമയത്ത് മോശയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്.
മോശയ്ക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദൈവം മോശയെ ശാന്തനാക്കുന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തില് മോശ ഇസ്രായേൽ ജനങ്ങൾ ഇറച്ചിക്ക് ലഭിക്കാനായിട്ട് മോശയ്ക്ക് എതിരായിട്ട് പിറുപിറുക്കുന്നുണ്ട്. ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇറച്ചി കിട്ടുമായിരുന്നു, ഇവിടെ ഈ മന്നയല്ലാതെ വേറെ യാതൊരു ഭക്ഷണവും ഇല്ല. അതുകൊണ്ട് ഈ സാരമായ ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു, ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങൾ പിറുപിറുത്തു. ഇതിലും വലിയ പ്രതിസന്ധികൾ മോശയുടെ ജീവിതത്തിൽ വന്നപ്പോൾ മോശ കോപിച്ചില്ല. ഇവര് യാത്ര പുറപ്പെട്ട് ആദ്യം അവർക്ക് ചെങ്കടൽ പ്രതിബന്ധമായി നിൽക്കുന്ന സമയത്തും ജനങ്ങൾ പിറുപിറുക്കുമ്പോഴും മോശ വടിയെ കൊണ്ട് ആ ചെങ്കടലിനെ ഭാഗിച്ച് അവരെ ഉണങ്ങിയ നിലത്തുകൂടി നടത്തിയതാണ്. 3 ദിവസത്തെ വഴി എന്നപ്പോൾ വെള്ളമില്ലാതെ അവർ പിറുപിറുത്ത സമയത്ത് ഒരു ശിക്ഷയും ആ ജനത്തിന് വന്നില്ല. കാരണം മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പാറയിൽ നിന്ന് അവർക്ക് വെള്ളം ലഭിച്ചു. അത് കയ്പുള്ളതായിരുന്നുവെങ്കിലും പിന്നീട് അത് മധുരമുള്ളതായി തീർന്നു. പിന്നീട് അവർ ഭക്ഷണത്തിന് വേണ്ടി പിറുപിറുത്തു. ഭക്ഷണത്തിന് വേണ്ടി പിറുപിറുത്തതായ സമയത്ത് ഏറ്റവും രുചികരമായ മന്ന ദൈവം ആകാശത്ത് അവർക്ക് വർഷിപ്പിച്ചു നൽകി. പക്ഷെ ഇറച്ചി വേണമെന്ന് പറയുന്നത് ആവശ്യം, അത് ആവശ്യത്തിന് വേണ്ടിയുള്ളതല്ല, അത്യാഗ്രഹത്തിൽ നിന്നുള്ളതായ ആവശ്യമാണ്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ന്യായമായ ആവശ്യമാണ്. അതുകൊണ്ട് ദാഹിച്ച ജനക്കൂട്ടം വെള്ളത്തിന് വേണ്ടി പിറുപിറുത്തപ്പോൾ ഒരു ശിക്ഷയും ആ ജനത്തിനുണ്ടായില്ല. അവർക്ക് ഏറ്റവും മധുരതരമായ വെള്ളം ലഭിച്ചു. വിശന്ന് വലഞ്ഞതായ ജനം ഭക്ഷണത്തിന് വേണ്ടി പിറുപിറുത്തപ്പോൾ ദൈവം രാജകീയ ഏറ്റവും സ്വർഗീയമായ ഭക്ഷണം നൽകി അവരെ പോഷിപ്പിച്ചു. പക്ഷെ ഇറച്ചി തിന്നുക എന്നുള്ളത് അത്യാഗ്രഹത്തിൽ നിന്നുള്ളതായ ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരും. പക്ഷേ അത്യാഗ്രഹത്തിൽ നിന്നുളവാകുന്ന ആവശ്യങ്ങൾ അത് പലപ്പോഴും മോശയെ കോപിപ്പിക്കുന്നുണ്ട്. മോശ ദൈവത്തോട് കഠിനമായ ഭാഷയിലാണ് സംസാരിച്ചത്. മോശ ചോദിക്കുന്നു, ഈ മരുഭൂമിയിൽ ജനത്തിനെല്ലാം ഭക്ഷണം കൊടുക്കാൻ ആരെ കൊണ്ട് സാധിക്കും? ഞാൻ എന്താ ഇവരെ പ്രസവിച്ചതാണോ? ഇവരെയെല്ലാം ഞാൻ മാർത്തെടുത്തുകൊണ്ട് പോകണമെന്ന് പറയാൻ ഞാൻ ഇവരെ പ്രസവിച്ചിട്ടുണ്ടോ? ഇത് ദുശാഠ്യമുള്ള ജനമാണ്, അതുകൊണ്ട് ഇതിനെ ചുമക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദൈവം വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ എന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. എനിക്കിനി ഭാരം ചുമക്കാനായിട്ട് പറ്റില്ല, എന്നെ അങ്ങ് കൊന്നുകളഞ്ഞാല് ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. മോശ കഠിനമായിട്ട് ദൈവത്തോട് കോപിച്ചു. പക്ഷെ ദൈവം മോശയെ ശാന്തനാക്കി. ദൈവത്തോട് പറയുന്നു, നീ അടങ്ങ്, അവരിറച്ചി തിന്നും. 1 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 1 മാസം തന്നെ അവരെ ഇറച്ചി തിന്നും. അവർ മൂക്കിൽ കൂടി കടന്നവർക്ക് ഓക്കാനം വരുവോളം അവരിറച്ചി തിന്നുമെന്ന് പറയുക മാത്രമല്ല, ദൈവം കാടപക്ഷിയെ 1 ദിവസത്തെ വഴി അങ്ങോട്ടും 1 ദിവസത്തെ വഴി ഇങ്ങോട്ടുമായിട്ട് അവിടെ വാരി വിതറുന്നുണ്ട്. ജനക്കൂട്ടം ആർത്തിയോടുകൂടി ഇതെല്ലാം വാരിക്കൂട്ടി. പക്ഷേ ഇറച്ചി അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവം വലിയൊരു സംഹാരം അവിടെ വരുത്തുന്നുണ്ട്. അത്യാഗ്രഹത്തിൽ നിന്നുളവായ ആവശ്യങ്ങൾ അത് ദൈവത്തിന്റെ സ്നേഹിതന്മാർക്ക് ഇഷ്ടപ്പെടില്ല. അവര് പലപ്പോഴും കോപിക്കും. ആ ന്യായമായ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടും. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹത്തിൽ നിന്നുളവാകുന്ന ആഗ്രഹങ്ങളാണ്. അത് പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രീതികരമായി തീരുകയില്ല. പക്ഷെ ദൈവം മോശയെ ശാന്തനാക്കി, നീ അടങ്ങ്, അവരിറച്ചി തിന്നും. ദൈവം അവർക്ക് ഇറച്ചി കൊടുത്തു. പിന്നീട് പല സന്ദർഭങ്ങളിൽ ദൈവം കോപിക്കുന്ന സമയത്ത് മോശ ദൈവത്തിന് ഇടയിൽ നിൽക്കുന്നുണ്ട്. കൽപ്പനകൾ വാങ്ങി വരുന്ന മോശ ജനത്തെ നശിപ്പിക്കുമെന്ന് ദൈവം പറയുന്ന സമയത്ത് ദൈവത്വം ഇടയിൽ മോശ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു. പിന്നീട് കോരഹപുത്രന്മാർ മോശയ്ക്കെതിരായിട്ട് കൂട്ടം കൂടുമ്പോഴും ദൈവം പറയുന്നു, ക്ഷണത്തിൽ ഈ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് മാറിക്കൊള്ളുക, ഞാൻ അവരെ നശിപ്പിക്കാനായിട്ട് പോകുന്നു പറയുമ്പോൾ മോശ ചോദിക്കുന്നു, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തതിന് ഈ ജനത്തെ മുഴുവനും ശിക്ഷിക്കുന്നത് ശരിയാണോ? ദൈവം മോശയുടെ മുഖത്തെ ആദരിച്ച് ആ ശിക്ഷയിൽ നിന്ന് പിന്മാറി. അതുകൊണ്ട് ദൈവം വിശുദ്ധന്മാരുടെ മുഖത്തെ ആദരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹിതന്മാരുടെ മുഖത്തെ ദൈവം ആദരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹിതനായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ഗീവർഗീസ് സഹദായുടെ. AD 280 ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ജനിക്കുകയും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ പീഡയുടെ കാലത്ത് കേവലം 17ാമത്തെ വയസ്സിൽ ഒരു പട്ടാളക്കാരനായിരുന്ന ഗീവർഗീസ് അദ്ദേഹത്തിന്റെ നിലപാടും സത്യവിശ്വാസവും മുറുകെ പിടിച്ചതിന്റെ പേരിൽ ദൈവത്തെ ഉപേക്ഷിക്കുവാനായിട്ട് ഒരുപാട് പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി.
അദ്ദേഹത്തെ അറക്കവാളിൽ ഇട്ടു. അതുപോലെ ഒരുപാട് ഈ ചുട്ടുപഴുത്തതായ ഇരുമ്പ് ദണ്ടിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പാക്കി അതുകൊണ്ട് അദ്ദേഹത്തെ നടത്തിക്കുകയൊക്കെ ഒരുപാട് പീഡനങ്ങൾ ശരീരത്തിലേറ്റു ആ വിശ്വാസത്തെ ഉപേക്ഷിക്കുവാനായിട്ട്. പക്ഷെ സത്യവിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ട് നിലകൊണ്ടതായ ഒരു സഹതായാണ് ഗീവറി സഹത. അംഗം ഛേദിച്ചെറിയുമ്പോൾ അകമേ മോദം മനമതിൽ ആഹ്ലാദം എന്നാണ് സഹതന്മാരെ കുറിച്ച് പറയുന്നത്. അവർ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റുമ്പോൾ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു അനുഭവം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, തന്നേറ്റതായ പീഡനങ്ങളെ കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലോസ്ലീഹ ലേഖനം എഴുതി പറയുന്നത്, സന്തോഷിപ്പീൻ, ഇടവിടാതെ സന്തോഷിപ്പീൻ എന്ന്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന്. അതിദയനീയമായി ദാരുണമായ ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം. എല്ലാരും സ്നേഹിച്ചിടുമീ നശ്വര ലോകത്തെ ദിനു സഹതന്മാരെ നിങ്ങൾ നിരസിച്ചു സ്നേഹി ചോരയാദ്യന്തം തള്ളിയ ലോകത്തിൻ മോഹം മിഥ്യതെന്നീ ഞങ്ങൾ കണ്ടു. എല്ലാരും സ്നേഹിക്കുന്ന ഈ ലോകത്തെ അല്ലയോ സഹതന്മാരെ നിങ്ങൾ എന്തിനാണ് നിരസിച്ചത്? സ്നേഹിച്ചവരെ ആദ്യം തള്ളിയതായ ലോകത്തിന്റെ വ്യാമോഹം മിഥ്യയാണെന്ന് നിങ്ങൾ മനസ്സിലായി. ലോകത്തിന് അതീതമായി ക്രിസ്തുവിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ് സഹതന്മാര്. അതുകൊണ്ട് അവരുടെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ അവരെ പോലെ ദൈവത്തിന് ഇഷ്ടന്മാരാകുവാനും അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും ഈ പെരുന്നാൾ വഴിയായിട്ട് നമുക്ക് ഇടയായി തീരണം. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമുക്കറിയാം, ചന്ദ്രന് ലഭിക്കുന്ന പ്രകാശം സൂര്യന്റെ പ്രകാശമാണ്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശമാണ് ചന്ദ്രനുള്ളത്. യഥാർത്ഥ വിശുദ്ധൻ എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തെ നോക്കി ദൈവത്തിലുള്ളതായ വിശുദ്ധി ഉൾക്കൊണ്ടവരാണ് ദൈവത്തിന്റെ സ്നേഹിതന്മാരായ സഹതന്മാരും പരിശുദ്ധന്മാരും. ആ വിശുദ്ധി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ആ പ്രകാശത്തെ സ്വീകരിക്കുവാനായിട്ട് ഈ പെരുന്നാൾ വഴിയായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഈ ലോകത്തിന് അതീതമായി ദൈവത്തിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കുമെന്നല്ല, ദൈവത്തിന് വേണ്ടി എനിക്കെന്ത് കൊടുക്കുവാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. മുടിയനായ പുത്രൻ ആദ്യം പ്രാർത്ഥിച്ചത് അപ്പാ തരണമേ എന്നാണ്. വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ. അവൻ ആഗ്രഹിച്ചതായ സമ്പത്തെല്ലാം അവന് ലഭിച്ചു. പക്ഷെ ആ സമ്പത്ത് വളരെ പെട്ടെന്ന് തീർന്നുപോയി. അപ്പോഴാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ചെറിയൊരു വ്യത്യാസം വന്നു. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ, നിന്റെ ഹിതം പോലെ എന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്, ഒരു വേലക്കാരന്റെ പദവി അവൻ ആഗ്രഹിച്ചപ്പോഴാണ് അവൻ പ്രതീക്ഷിക്കാത്ത അവന് ലഭിച്ചത്. വിലയേറിയ വസ്ത്രം അവന് ലഭിക്കുന്നു, കൈക്ക് മോതിരം ലഭിക്കുന്നു, വലിയ ആഘോഷം അവന്റെ ഭവനത്തിൽ നടക്കുന്നു. ഒരു വേലക്കാരന്റെ പദവി ആഗ്രഹിച്ചപ്പോൾ അവൻ പ്രതീക്ഷിക്കാത്തത് അവന് ലഭിച്ചു. വലതുവശത്തെ കള്ളനും പ്രാർത്ഥിച്ചത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർത്താൽ മതിയെന്ന്. നമ്മളാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? യേശു തമ്പുരാനോടൊപ്പം കുരിശി കിടക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, ഇടതുവശത്തെ കള്ളം പ്രാർത്ഥിച്ചു ഈ കുരിശൊന്ന് മാറിപ്പോകും. ഒരു രോഗം വരുമ്പോഴും കഷ്ടത വരുമ്പോഴും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇതൊന്ന് മാറിപ്പോകണമെന്നാണ്. ഇത് തന്നെ ഇടതുവശത്തെ കള്ളനും പറഞ്ഞു, നീ ഇപ്പൊ ദൈവത്വനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റവന്റെ പ്രാർത്ഥന, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർത്താൽ മതി. ഈ കുരിശിൽ നിന്നിറങ്ങിയുള്ള രക്ഷയല്ല അവൻ ആഗ്രഹിച്ചത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർത്താൽ മതി. അവിടെയാണ് ദൈവം അവന് കൊടുക്കുന്ന വിലയേറിയ വാഗ്ദാനം, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും, നിനക്ക് സ്വർഗരാജ്യം തരാമെന്നോ ഞാൻ ഓർത്തുകൊള്ളാമെന്നോ ഒന്നുമല്ല കർത്താവ്. ഇന്ന് ഈ നിമിഷം മുതൽ നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന യാചനകൾ നിന്റെ ഹിതം പോലെ എന്നെ ആക്കണമേ എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു യാഗമായിട്ട് കർത്താവിന്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ട് സമർപ്പിക്കണം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും നമുക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനായിട്ടല്ല, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഈ സഹതന്മാരെ പോലെ ദൈവത്തിന്റെ സ്നേഹിതരായി തീരുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മുടെ ആലോചന നമ്മോട് പറയും. നമ്മുടെ വിഷമതകളും സന്തോഷങ്ങളിലും വേദനകളിലും എല്ലാം ദൈവം കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കും. ആ കഷ്ടതകളെല്ലാം സഹിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അതാണ് സഹതന്മാരെ ഓർമ്മ പെരുന്നാളിൽ നാം ആർജിക്കേണ്ടത്. ഇവർ ഈ സഹതയെ പോലെ ദൈവത്തിന് ഇഷ്ടന്മാരായി തീരുവാൻ
ഈ പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.